ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം സഹായിച്ചവര് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുക. കർത്താവെ, അങ്ങയുടെ വചനം എത്ര വിലയേറിയതാണ്. ഞങ്ങൾ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ കേൾക്കും. ഞങ്ങൾ അങ്ങ് സംസാരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയത് കർത്താവെ, ഞങ്ങളെ ധൈര്യപ്പെടുത്താനും ഞങ്ങളെ മുമ്പോട്ട് നയിക്കാനുമുള്ള വചനം കർത്താവ് തരാൻ പോകുന്നതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യെശയ്യാവ് 41 അധ്യായമാണ് നാം ഇന്ന് ധ്യാനിക്കാനായിട്ട് കർത്താവ് തന്നത്. ഇതിനകത്ത് ആദ്യമേ ഒരു വാക്യം വായിക്കട്ടെ. 41-ന്റെ 5-ാം വാക്യം. അത് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാം. 5 അല്ല, 4-ന്റെ അവസാനം. ഐ ദ ലോർഡ് ആം ദ ഫസ്റ്റ് ആൻഡ് വിത്ത് ദ ലാസ്റ്റ് ഐ ആം ഹി. മലയാളത്തിൽ വായിക്കട്ടെ. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനുമാകുന്നു. ഞാൻ ഈ വാക്യം ഇന്ന് രാവിലെ ആക്ച്വലി വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ധൈര്യം കിട്ടി. അതായത് കർത്താവ് തന്നെ പറ്റി 3 കാര്യങ്ങളായി ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദൈവത്തെ പറ്റി ഞാനിപ്പോ വായിച്ചത്. ഒന്ന്, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഏതെങ്കിലും കാരണവശാൽ വിഷമത്തിൽ ഇരിക്കുന്നവരെ പറ്റി. അല്ലെങ്കിൽ വേറൊന്ന്, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഇപ്പൊ ആശ്രയമില്ലാതെ ഇരിക്കുന്നവർക്ക്, ഇവർക്കെല്ലാം വേണ്ടി ദൈവത്തിന്റെ പ്രോമിസസ് എഴുതിയിരിക്കുന്നത്. ഞാനത് ഒത്തിരി എന്നെ ധൈര്യപ്പെടുത്തി. ദൈവത്തെ പറ്റിയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യഹോവയായ ഞാൻ ആദ്യം മുതലുള്ളവൻ. രണ്ടാമത്, അന്ത്യന്മാരോട് കൂടെ എന്ന് വെച്ചാൽ ഇപ്പോഴും ലാസ്റ്റിലിരിക്കുന്ന ആൾക്കാരോട് കൂടെ അനന്യനുമാകുന്നു. എന്ന് വെച്ചാൽ ഒരിക്കലും മാറാത്തവൻ. അത് തന്നെ വളരെ എന്തൊരു വാഗ്ദത്വമായി ദൈവത്തിന്റെ. അതായത് ദൈവം ആദ്യനാണ്, അവസാനം വരെ ഇരിക്കുന്നവരോട് കൂടെയും അനന്യനാണ്, ചേഞ്ച് ഇല്ലാത്തവനാണ്. ഇതാണ് ദൈവത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി അടുത്ത ഒരു 5-ലും 6-ലും 7-ലും വായിക്കുന്ന വാക്യങ്ങൾ വായിക്കാം. ഇത് കർത്താവിൽ വിശ്വസിക്കാതെ സ്വന്തമായിട്ട് ദൈവങ്ങളെ ഉണ്ടാക്കിയവരെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വായിക്കാം നമുക്ക്. 5, ദ്വീപുകൾ കണ്ടു ഭയപ്പെട്ടു. അതായത് ദൈവത്തെ പറ്റിയുള്ള അറിവ് കണ്ടിട്ട് ദ്വീപുകൾ എന്നാണ് ഇവിടെ ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ലാൻഡ്സ് എന്ന ഇംഗ്ലീഷില്. ദൈവത്തെ പറ്റിയുള്ള അറിവ് കേട്ടിട്ട് നാം ചിലപ്പം ഭയപ്പെടും. പക്ഷെ ഭയപ്പെട്ടിട്ട് ദൈവത്തിന്റെ അടുത്തോട്ട് വരുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അത് അങ്ങനെയുള്ള നമ്മെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, അകന്നു പോകുന്നവരെ പറ്റി. ദ്വീപുകൾ പണ്ട് ഭയപ്പെട്ടു, ഭൂമിയുടെ അറുതികൾ വിറച്ചു, അവർ ഒന്നിച്ചുകൂടി അടുത്തു വന്നു, അവരന്യോന്യം സഹായിച്ചു, ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെന്താ ചെയ്തെന്ന് നോക്കിക്കേ. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കുടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി, കുട്ടി വിളിക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞ് ഇളകാതെ ഇരിക്കേണ്ടതിന് അവൻ അതിനെ ആണി കൊണ്ട് ഉറപ്പിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ ഒരു ബിംബത്തെ ഉണ്ടാക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മനുഷ്യൻ നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യനായ വലിയവനായ ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ചിലര് പോയി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. അതിന്റെ കാര്യം എഴുതിയിരിക്കുന്നതാ, അവർക്ക് ആണി കൊണ്ട് ആ ബിംബത്തെ ഉറപ്പിക്കേണ്ടി വരും, എന്നാലേ ആ ബിംബം നിൽക്കുകയുള്ളൂ. എന്നാൽ വലിയവനായ ദൈവം തിരിച്ചാ. അതായത് ആദ്യം പറഞ്ഞ കാര്യത്തില് ആ ബിംബത്തിനെ തട്ടി ഉറപ്പിച്ചാലേ ആശാനും കൊല്ലനും എല്ലാം കൂടെ ചേർന്ന് മനുഷ്യനാണ് ആ ദൈവത്തെ ഉണ്ടാക്കേണ്ടത്. പക്ഷെ തിരിച്ചു വരുമ്പോഴും നമ്മൾ ആലോചിച്ചാൽ ദൈവം മനുഷ്യനെ സഹായിക്കാൻ വരിക. അത് നമുക്ക് അടുത്ത ഒരു 10 വാക്യത്തിൽ വായിക്കാം. പക്ഷെ ദൈവം എത്ര വിശ്വസ്തനാന്ന് ഇവിടെ വായിക്കുക. അങ്ങനെ ആയിപ്പോയ ആൾക്കാരുടെ കൂടെ ദൈവം ചെയ്യുന്ന എന്തോ നോക്കിയ 17-ാം വാക്യം. എളിയവരും ദരിദ്രരും ആയുള്ളവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ വളരെ കാര്യങ്ങൾ ഓർത്ത് ധ്യാനിച്ച് വിഷമിച്ച് കിടക്കുമ്പോൾ, പാർച്ച്ഡ് ലാൻഡ് എന്ന ഇംഗ്ലീഷിൽ അത് afflicted and needy are seeking water but there is none, their tongue is parched with thirst. അതായത് ഒന്നുമില്ല സഹായിക്കാൻ. ആക്ച്വലി തെറ്റിപ്പോയി, പക്ഷെ ഒന്നുമില്ല സഹായിക്കാൻ. പക്ഷെ ദൈവം എന്തോ അവരോട് പറയുന്നതെന്ന് അറിയാമോ? ഇംഗ്ലീഷില് ഐ വിൽ ആൻസർ ദം മൈസെൽഫ്. മലയാളത്തിൽ വായിക്കാം. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും, ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും
താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയാക്കും, വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരും ഖദിരുമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരള വൃക്ഷവും പൈൻമരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. എന്തൊരു ദൈവമാണ് ഞാൻ ആലോചിച്ചു. ഒരു ഹോപ്പ് ഇല്ലാന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത്, ഒരു ഹോപ്പില്ല, ദൈവത്തിലേക്ക് വരുവാൻ തന്നെ ഹോപ്പില്ലാന്ന് ചിന്തിക്കുന്നിടത്താണ് കർത്താവ് എന്തൊക്കെയാ പറയുന്നത്. ഞാൻ അവർ എളിയവരും, 17 ഒന്നുകൂടെ വായിക്കാം. എളിയവരും ദരിദ്രവുമായുള്ളവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും, അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. അത് എനിക്ക് വളരെയധികം ധൈര്യം തന്നു. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ കർത്താവ് പറയുന്ന വാക്കുകളാ ഇത്. ദൈവം അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ, അതായത് ഒന്നുമില്ലാത്തടത്ത് നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. പുതിയ വെള്ളത്തിന് ദൈവം വരണ്ട സ്ഥലത്ത് ദൈവം തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാര്, ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല, മരുഭൂമിയിലെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ദൈവം ഇത്രയും വലിയ വലിയ വൃക്ഷങ്ങളെ ഉണ്ടാക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ദേവദാര്, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത്, അതായത് ആരുമില്ലാത്തടത്ത് സരള വൃക്ഷവും പൈൻ മരവും പുന്നയും ദൈവം വെച്ച് പിടിപ്പിക്കും. വളരെ അധികം എന്നെ ഇത് ധൈര്യപ്പെടുത്തി. ഇതേ ഈ പക്ഷെ അതേ സമയം ഞാൻ ആ 20 തൊട്ട് വായിച്ചാല്, യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേൽ പരിശുദ്ധനെ സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. ദൈവം എന്തിനാ ചെയ്തത്? സാധാരണ മനുഷ്യന് നടക്കുന്ന കാര്യമല്ല, പക്ഷെ ദൈവം അത് ചെയ്യും. ദൈവമാണ് ചെയ്തതെന്ന് അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടത് തന്നെ. പക്ഷെ അതേസമയം പിന്നെയും ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയമിടിപ്പാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ രീതിയിൽ പിന്നെയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയാലും നാം തന്നെ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി പിന്നെയും നമ്മുടെ ജീവിതത്തില് ദൈവത്തിന് മുതൽ സ്ഥാനം കൊടുക്കാത്തതെല്ലാം വിഗ്രഹമാണെന്ന് നമുക്കറിയാം. ഒരു കൈവച്ചുണ്ടാക്കുന്നത് മാത്രമല്ല വിഗ്രഹം. ദൈവത്തിന് ഫസ്റ്റ് പ്ലേസ് കൊടുക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിക്കോ എന്തിനെങ്കിലും, എൻ്റെ വീട്ടുകാര്യങ്ങൾക്കോ എന്തെങ്കിലും ഞാൻ ഫസ്റ്റ് സ്ഥാനം കൊടുത്തു, അതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതെന്റെ വിഗ്രഹമായിട്ട് മാറും. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ദൈവം എന്നോട് പറയുക 21 വാക്യത്തില്, നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീൻ, യഹോവ കൽപ്പിക്കുന്നു. ദൈവം പറയാം, നമുക്ക് തമ്മിൽ സംസാരിക്കാം. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീൻ എന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. ഈ പറയുമ്പം തന്നെ കർത്താവ് പറയുക, നിനക്ക് എന്താ പറയാനുള്ളത്, നിന്റെ ന്യായം എന്തുവാ എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തില് കർത്താവ് പറയുന്നത് യാക്കോബിന്റെ രാജാവ്. ബൈബിളില് ആകെപ്പാടെ ഒരു പ്രാവശ്യമാണ് യാക്കോബിന്റെ രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി. യാക്കോബ് എന്ന് പറഞ്ഞാൽ ചതിയനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പ്രഭുവാക്കി, ഇസ്രായേലാക്കി ദൈവം മാറ്റി. പക്ഷെ ഈ ഭാഗത്ത് ദൈവം പിന്നെയും ഇസ്രായേൽ തെറ്റിപ്പോകുമ്പോൾ ദൈവം അവരോട് പറയും യാക്കോബിന്റെ രാജാവ്. എത്ര ധൈര്യമാ തരുന്നത്. അതായത് ഞാന് ദൈവം പറയുന്ന അനുസരിക്കാതിരിക്കുമ്പോഴും ദൈവം എന്റെ രാജാവെന്ന് പറയുക. എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുക. പിന്നെ ഇടയ്ക്ക് കർത്താവ് പറയുക, അതായത് നീ നിന്റെ രീതിയിൽ ജീവിക്കുമല്ലേ, ഞാൻ നിന്നോട് സംസാരിക്കാം. 22 തൊട്ട് നമ്മോട് പ്രസ്താവിക്കട്ടെ, സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച അതിന്റെ അതായത് ഒരു വിഗ്രഹം നീ ഏതിനാ ഇമ്പോർട്ടൻസ് സ്ഥാനം കൊടുക്കുന്നു, അതിനെ നമുക്കൊന്ന് നോക്കാം. നാം വിചാരിച്ച അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ട നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പീൻ. നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയുമാകുന്നു. ദൈവം പറയുക, നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുന്ന സ്ഥാനത്ത് വേറെ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിപ്പോവും. എങ്ങനെയാ? നാസ്തിയും ഇല്ലായ്മയായി പോകും. പക്ഷെ അതേ ദൈവം തന്നെയാണ് തിരിച്ച് നമ്മൾ വരുമ്പോൾ 17 വാക്യത്തിൽ കർത്താവ് പറഞ്ഞ എന്തുവാ? വെള്ളം തിരഞ്ഞു നടക്കുന്നു, ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദിയെയും
താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരും ഖദിരമരം കൊഴുന്ത് ഒലിവുവൃക്ഷം എന്നിവയും നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധനെ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടത് തന്നെ. ഇതാണ് നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാ പറഞ്ഞ. ആദ്യം ദൈവത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അത് നമ്മൾ 4-ാം വാക്യത്തിന്റെ 41, യെശയ്യാവ് 41:4 ലാസ്റ്റ് ലൈൻ, യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനുമാകുന്നു. എന്തൊരു കംഫർട്ടിങ്ങാ. നമ്മള് ആദ്യനായ ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ തെറ്റിപ്പോയ ഒരു അവസാനത്തിലോട്ട് നമ്മൾ പോയാലും കർത്താവ് പറയുവാൻ ഞാൻ അനന്യനായിട്ട് നിൽക്കും, ഞാൻ മാറാത്തവനായിട്ട് നിൽക്കും. എബ്രായർ 13:8 പറഞ്ഞിരിക്കുന്ന വാക്യം അത്. യേശു ക്രിസ്തു എന്നലെയും ഇന്നും എന്നേക്കും. ദൈവത്തിന്റെ സ്വഭാവം മാറാൻ പറ്റത്തില്ല. ദൈവം ഇസ്രായേലിനെ കൈവിട്ടില്ല. അവര് യാക്കോബ ഇസ്രായേൽ എന്ന് വന്ന കൂട്ടം തിരിച്ച് യാക്കോവിന്റെ പോലെ പോയപ്പോഴും, അതായത് ചതിയനായിട്ട് പോയപ്പോഴും പിന്നെയും പറയുക യാക്കോവിന്റെ രാജാവാണ്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടം ആൾക്കാരെ പറ്റിയാണ് 8-ാം വാക്യം തൊട്ട് പറയുന്നത്. അതായത് ദൈവത്തിന്റെ വഴിയിൽ തന്നെ നിൽക്കുന്നവരോട് ദൈവം പറയുക. 8-ാം വാക്യം തൊട്ട്, നീയോ എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനുമായുള്ളവേ, നീ ഭയപ്പെടേണ്ട. ആ ദൈവം പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ നമ്മൾ ഇതുവരെ പറഞ്ഞത്? ആദ്യം നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം പറഞ്ഞു. ദൈവം ആദ്യനാണ്. ദൈവം അന്ത്യന്മാരോടുകൂടെ അനന്യനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് ഇസ്രായേലായി തീർന്നതിന് ശേഷം പിന്നെയും യാക്കോബിന്റെ സ്വഭാവം നമ്മളിൽ വരുമ്പോൾ ദൈവം പറയുക, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ വെച്ച് നിർജ്ജന പ്രദേശമാണ് നിന്റെ ലൈഫ്. ഇപ്പോഴ് വരണ്ട ഭൂമി പോലെയാ, പക്ഷെ ഞാൻ അവിടെ ഇന്നിന്ന വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പോവാ. അത് കാണുമ്പോൾ എല്ലാവരും പറയും, ഇത് യഹോവയാൽ സംഭവിച്ചു. ദൈവത്തിന് എങ്ങനെ സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ അതേസമയം തിരിച്ച് ദൈവത്തിന്റെ വഴിയിൽ ഇസ്രായേൽ നടക്കുമ്പോൾ, ദൈവത്തിന്റെ വഴിയിൽ തന്നെ നമ്മൾ നടക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ വായിക്കാൻ പോകുന്നത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇതിനകത്ത് ഞാൻ വായിക്കുമായിരുന്നു 10 പ്രാവശ്യം ഞാൻ നിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായത്തില്. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ 12, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. അത് കഴിഞ്ഞ് 13, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പിന്നെ പറയുന്നത്, പുഴുവായ യാക്കോബെ, ഒരു 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 പുഴുവിനെ പോലെ നമ്മൾ ചിലപ്പോൾ ആയി തീർന്നെങ്കിൽ, പുഴുവായ യാക്കോബെ, നീ ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആക്ച്വലി ഈ ചാപ്റ്ററിൽ തന്നെ 3 പ്രാവശ്യം പറയുക ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റൽ ആവശ്യമുണ്ട്. അതായത് ദൈവം എപ്പോഴും മുഴുവൻ വചനത്തിലും പറയുന്ന ഒരു കാര്യമാണ് പാറ്റുക എന്ന് പറയുന്നത്. നമ്മള് ഈ ഗോതമ്പ് പാറ്റുമ്പോഴെന്താണ്, ശരിക്കുമുള്ള ഗോതമ്പല്ലാത്തത് പറന്നു പോകും. ദൈവം നമ്മുടെ തന്നെ ജീവിതത്തെ എപ്പോഴും ദൈവം പാറ്റിക്കൊണ്ടിരിക്കുക. കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ദൈവത്തിന് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ പാറ്റി കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ മനഃപൂർവ്വമായിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു ഫലം കാണുമ്പോൾ പറയുന്ന വാഗ്ദത്വങ്ങളാണ് ഇത്. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ നിന്ന് ഞാൻ 3 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. പിന്നെയും ഞാനത് എന്തുകൊണ്ടാ എടുത്തു പറയുന്നു വെച്ചാൽ, നമ്മൾ എപ്പോഴും 41-ാം അധ്യായത്തിലെ 10-ാം വാക്യം മാത്രമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ട് ധൈര്യപ്പെടാൻ നോക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം അതിന്റെ ഉണ്മയോടെ എല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ വായിക്കാൻ.
41 അധ്യായത്തിലെ 3 കൂട്ടം ആൾക്കാരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വലിയവനായ ദൈവത്തെ പറ്റി തന്നെയാ. ആ ദൈവത്തെ പറ്റി പറയുന്നത്, ഞാൻ ആദ്യനും അന്ത്യന്മാരോട് കൂടെ അനന്യനുമാകുന്നു. അത് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് ആ, ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി കണ്ടിട്ട് പേടിച്ചു വിറച്ചിട്ട്, അത് വാക്യം 5-ലും 6-ലും 7-ലുമാ. ആ, പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ അടുത്തോട്ട് തിരിച്ചു വരാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. എന്നിട്ട് സ്വന്തമായിട്ടുള്ള ഐഡൽസ് അല്ലെങ്കിൽ ബിംബങ്ങള്, സ്വന്തമായിട്ടുള്ള ആലോചന പ്രകാരം നടക്കുക. അവരുടെ കാര്യം പറയുന്നത്, ആ ആലോചനയെ ബലപ്പെടുത്താൻ വേണ്ടി അവർ അതിനെ ആണി കൊണ്ട് ഉറപ്പിക്കുന്നു. അപ്പൊ ദൈവം അവർക്കൊരു ചാലഞ്ച് കൊടുക്കുക. 22-ാം വാക്യം തൊട്ട് പറയുക, ഉം, നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, നിനക്ക് ഭാവി കാര്യം പ്രസ്താവിക്കാൻ പറ്റുമോ, സംഭവിക്കാനുള്ളത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവം, മനസ്സലിവുള്ള ദൈവം, കരുണാമയനായ ദൈവം, 17-ാം വാക്യം തൊട്ട്, എളിയവരും ദരിദ്രരുമായവർ വെള്ളം അവർ തിരഞ്ഞു നടക്കുന്നു, നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. പക്ഷെ അവരോട് ദൈവം പറയും, അങ്ങനെ ഞാൻ തിരിഞ്ഞു പോകുന്ന സമയത്ത് എന്നോട് ദൈവം പറയുക, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും, അതായത് ഒന്നുമില്ലാത്ത വരണ്ട സ്ഥലത്ത് ദൈവത്തിന് പുതിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. ദൈവം ചെയ്യും. പക്ഷെ നമ്മളത് അതിന് വഴങ്ങിക്കൊടുക്കണം. ആ വരണ്ട നിലം ആ സമയത്ത് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് stubborn ആയിട്ട് നിന്നാൽ പറ്റത്തില്ല. പക്ഷെ ദൈവം അത് ചെയ്യും. അത് കാണുമ്പോൾ ദൈവം ഇത് ചെയ്തു എന്നുള്ളത് എനിക്കിത് വലിയ ആശ്വാസം തന്നൊരു വാക്യമാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് എത്ര പറയണ്ട, ദൈവത്തിന് നന്ദി പറയണ്ടേന്ന് അറിയത്തില്ല. അതിനുശേഷം പുഴുവായ ഇസ്രായേലിനോട്, യാക്കോബിനോട് ദൈവം പറയുക, നീ ഇപ്പോഴും നിന്റെ ചെറിയ ശക്തിയിലെ ദൈവത്തില് ആശ്രയിച്ചിരിക്കുവാന്നോ? ഞാൻ നിനക്ക് എന്തെല്ലാമാ ചെയ്തു തരാൻ പോകുന്നറിയാമോ? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഒരു അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം പറഞ്ഞിരിക്കുക, ഞാൻ നിന്നെ സഹായിക്കും. 10-ാം വാക്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കും, 13-ൽ ഞാൻ നിന്നെ സഹായിക്കും, 14-ലും ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ എന്നിട്ട് പറയുക 15-ാം വാക്യത്തില്, നീ പുഴുവായിരുന്നു അല്ലെ. 14-ാം വാക്യത്തിൽ പുഴുവായ യാക്കോബേ എന്നാ പറയുന്നത്. പുഴുവായ യാക്കോബേ, അതായത് ദൈവമക്കളെ, ഇസ്രായേൽ യാക്കോബിന്റെ സ്വഭാവത്തിൽ നിന്ന് ഇസ്രായേലിന്റെ സ്വഭാവത്തിലോട്ട് ദൈവം മറ്റുള്ളവരെ കൂടെ ദൈവത്തിന്റെ പ്രഭുവായിട്ട് നിന്ന്, ഇസ്രായേലായിട്ട് നയിക്കാൻ വേണ്ടിയ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ച് യാക്കോബിൻ സ്വഭാവത്തിലോട്ട് ഞാൻ പോവും. ആ സമയത്തും കർത്താവ് തള്ളിക്കളയാതെ, പുഴുവായ യാക്കോബേ, 15-ാം വാക്യം, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ച്, എന്നുവെച്ചാല് ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവാ. എന്തിനാ ഉപയോഗിക്കാൻ പോകുന്നത്? എന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ കാര്യങ്ങൾ നടക്കാനായിട്ട്, പാറ്റാനായിട്ട്, ദൈവത്തിനെതിരെയുള്ള മല പോലെയുള്ള കാര്യങ്ങളെ മാറ്റാനായിട്ട്, ദൈവത്തിങ്കിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട്. അധ്യായത്തിന്റെ 27-ൽ ഒരു വാക്യമുണ്ട്, ഐ വിൽ ബ്രിങ് ദ മെസ്സഞ്ചർ ഓഫ് ഗുഡ് ന്യൂസ്, സുവാർത്ത കൊണ്ടുവരുന്ന ഒരു ദൂതനാക്കി മാറ്റാനായിട്ട്. അതെന്തോ അത് ദൈവസന്നിധിയില, ദൈവത്തോട് മറ്റുള്ളവരെ അടുപ്പിക്കാനാ. വേറെ ഒരു കാര്യവും ഈ ലോകത്തിൽ മറ്റുള്ള വരുവാനുള്ള ലോകത്ത് നിലനിൽക്കുകയില്ല. ദൈവം പറയുന്ന അത് യാക്കോബ് ഇസ്രായേൽ ഇസ്രായേലായിട്ട് ഉപയോഗപ്പെടാനായിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരികയും, അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് പുഴുവിനെ ഒരു ആക്കാൻ സാധിക്കുന്നത്. അപ്പം എന്നെ കേട്ട പ്രിയ ദൈവമക്കൾ, എനിക്കറിയത്തില്ല ഈ വാക്യം നിങ്ങളോടെല്ലാം എങ്ങനെയാ സംസാരിച്ചെന്ന്. എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തി. ദൈവം ആരാന്നുള്ളത്. ദൈവം അനന്യനാണ്. ആദ്യനും അന്ത്യത്തിലുള്ളവരോട് കൂടെയും അനന്യനുമാണ്. അത് ദൈവം ആരെങ്കിലും തെറ്റിപ്പോയാൽ തള്ളിക്കളയുന്ന ദൈവമല്ല, ഉപേക്ഷിക്കത്തില്ലെന്നാ പറഞ്ഞേ. പക്ഷെ അവര് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ വരണ്ട നിലത്തെ ഇത്രയും വലിയ മരങ്ങൾ പിടിപ്പിക്കുന്ന വലിയൊരു ഒരു 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 ഗാർഡനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവം പിന്നെയും ചലഞ്ച് ചെയ്യുക, നീ ആലോചിച്ച് നോക്ക്, നീ സംഭവിക്കാനുള്ളത് പറയുകയും, നീ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. തിരിച്ചു വരുമ്പോൾ ദൈവം പറയുക, ഞാൻ യാക്കോബിന്റെ രാജാവാന്ന് പറഞ്ഞിട്ട് പറയുക, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നീ ഇപ്പൊ പുഴുവായിരിക്കും, പക്ഷെ ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കി അനേകരുടെ ജീവിതത്തില് അനേകരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, പാറ്റിയിട്ട് ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്താനായിട്ട് ഞാൻ നിന്നെ ഉപയോഗിക്കും. അതിനുള്ള ഒരു കഴിവും നമുക്ക് കാണത്തില്ല, പക്ഷെ ദൈവം നമ്മളെ സഹായിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് വചനം അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
കർത്താവേ, പ്രാവശ്യം കൂടെ അങ്ങയുടെ കാത്തു വന്ന് വചനം കേൾക്കാൻ തന്ന സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് എപ്പോഴും കൂടെയുള്ള ദൈവമാണ്, ഞങ്ങളെ തള്ളിക്കളയാത്ത ദൈവമെന്ന് കേൾപ്പിച്ചല്ലോ കർത്താവേ. ഞങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്നവരും ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരുമായി പോകുന്നവരാണ് കർത്താവെ. കുറവ് ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയിൽ ആശ്രയിച്ച് കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ കാര്യങ്ങൾ കേട്ടല്ലോ കർത്താവെ. അതുപോലെ ഞങ്ങൾ വിശ്വസ്തയോടെ അങ്ങോട്ട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വചനം കൊടുത്തുകൊണ്ട് സ്തോത്രം. വന്നുകൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഇനി ഇപ്പം പിരിയാത്ത സാധനങ്ങൾ നിറയ്ക്കണം. കേട്ട ഞങ്ങൾക്ക് ഇനിയും കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരാൻ സഹായിക്കണം. കുറവുകളൊക്കെ അങ്ങ് ക്ഷമിക്കണം കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. എല്ലാം താഴ്മയോട് കേൾക്കണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.